എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്ത സാധനം അനാലിസിസ്. ഇപ്പൊ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയുന്ന സംഭവം അന്ന സമയത്തൊക്കെ വായിക്കുമ്പോൾ കുറേ സാധനങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്, പുതിയ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചില്ലാത്ത ഫ്രഷ് സാധനങ്ങളൊക്കെ. മീൻസ് ശരിക്കും അപ്പോൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചില്ല എന്ന് തോന്നി. ആദ്യമൊക്കെ എന്താ ചെയ്യേണ്ടത്, മീൻസ് അറിയില്ല എന്താ പഠിക്കണ്ടേ, എന്താ ചെയ്യണ്ടേ, ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ. പിന്നെ പതുക്കെ കുറേ എക്സാംസ് എഴുതി, സാറിനോട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത്, പിന്നെ കുറേ എക്സാംസ് എഴുതി, റിപ്പീറ്റ് ആയിട്ട് എക്സാം എഴുതി ദിവസം എക്സാം ആയിരുന്നില്ല, എന്നും എക്സാം ആയിരുന്നതുകൊണ്ട് എന്നും അത് എഴുതും, അനാലിസിസ് നടത്തും, ഡൗട്ട് ചോദിക്കും. ഇതാണ് അനാമിക. കഴിഞ്ഞ വർഷം കാർബണിൽ റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണ്. കേരള റാങ്ക് 208 അനാമികയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ പഠിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ്. ഇതുവരെ കാർബണിൽ കുറേ കുട്ടികൾ പല പ്രീമിയർ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഈ കുട്ടികൾ എല്ലാവരും പറയുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് എക്സാം അനാലിസിസ്. വെറുതെ ഒരു ഫാക്കൽറ്റി വന്ന് ക്ലാസ് എടുത്താൽ ക്ലാസ് മാത്രം കേട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ടിലേക്ക് എത്താൻ പോകുന്നില്ല. ഒരു സിസ്റ്റമാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുക. കാർബണിലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ ലേണിംഗ് അറ്റ്മോസ്ഫിയറാണ് ആക്ച്വലി കുട്ടികളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ പറയൽ എക്സാം അനാലിസിസ് തന്നെയാണ്. ഞങ്ങളെല്ലാ ടോപ്പേഴ്സും എക്സാം അനാലിസിസ് എന്ന് പറഞ്ഞ വേർഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. കുറേ നേരം ഇരുന്ന് പഠിച്ചു, ഉച്ചതൊട്ട് രാത്രി 11-12 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പഠിച്ചിട്ടില്ല. കാർബണി ഇപ്പം അതിന് പറ്റില്ല, അതാണ് മെയിൻ സംഭവം. പക്ഷേ നിങ്ങൾ അന്ന് മീൻസ് ഇത്രയും ടൈം നിങ്ങൾ ഇരുന്ന് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക്. തുടർന്നും നിങ്ങൾ അതേ രീതിക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം PGക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പറ്റീവ് എക്സാം ക്ലിയർ ചെയ്യണം. അപ്പോൾ ആ ലേണിംഗ് കൾച്ചർ തീർച്ചയായിട്ടും ഉണ്ടാവണം. നല്ലൊരു കോളേജിൽ നമ്മൾ എത്തിപ്പെട്ടു. ഇനി അതേപോലെ തന്നെ ആ ലേണിംഗ് കൾച്ചർ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി PGക്കും പിന്നെ അവിടെ നിന്നുള്ള ഹയർ സ്റ്റഡീസൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ.